സ്തനത്തിൻ്റെന്ന് പറയുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ചെക്കപ്പ് ചെയ്യുക. 35 കഴിഞ്ഞവർ ആർത്തവം കഴിഞ്ഞിരിക്കുന്ന പീരിയഡ്സ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് കണ്ണാടി മുമ്പിൽ നോക്കുക, 2 സ്ഥലങ്ങൾ ഒരുപോലെ നോക്കുക, ഒരു കൈ പൊക്കുക, ഒന്ന് ബ്രസ്റ്റ് ഒന്ന് തടവി നോക്കുക. ഇവിടെ വെച്ചിട്ടല്ല, ഈ ഭാഗം വെച്ച് ഞെക്കി നോക്കരുത്. മുഴയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. 2, യൂട്രസ് ഗർഭാശയത്തിൻ്റെ ക്യാൻസർ. അമിതമായ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മാസക്കുഴി തീർന്നിട്ട് ഒരു ചെറിയ കറയെങ്കിലും കണ്ടാൽ ഡോക്ടറെ കാണിക്കുക. ഇത് നോർമലാണെന്ന് പറഞ്ഞ് വെച്ചേക്കരുത്. അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയുടേത് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഗ്യാസ് പോലെ തോന്നുമോ, വയറ് വീർക്കുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്കപ്പിന് പോകുക, കാണിക്കുക, സമാധാനമായിട്ടിരിക്കുക. അവസാനത്തെ ക്യാൻസർ സെർവിക്സ്, ഗർഭാശയ മുഖത്തിൻ്റെ ക്യാൻസർ. അതിന് സിമ്പിളായിട്ട് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സ്വന്തം സ്ക്രീനിങ് ചെയ്യുക. അതായത് 35-നും ശേഷം ഉള്ളവർ ഒരു സ്പാപ്പ് സ്മിയർ എന്ന് പറഞ്ഞ് ചെക്കപ്പ് ചെയ്താൽ മതി. സർക്കാർ രോഗാരോഗ്യ സംഘടന പറഞ്ഞ് 2 തവണ 35-ലും 45-ലും ചെയ്യാം. ക്യാമ്പിൽ ചെയ്യാം, ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യാം. പക്ഷെ ചെയ്യുക. രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുക. തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കുക, പക്ഷെ കൊടുക്കാതിരിക്കരുത്. 9 തൊട്ട് 14 വയസ്സിനിടയ്ക്ക് 2 ഇഞ്ചക്ഷൻ, ഇന്ന് 6 മാസത്തിന് ശേഷം. 15-26 ശേഷം ഇടയ്ക്കാണെങ്കിൽ ഇന്ന് 2 മാസം ആൻഡ് 6 മാസത്തിന് ശേഷം. പിന്നെ ഇതെല്ലാം കൂടാതെ ഈ ആൺകുട്ടികൾക്ക് എടുക്കാമെന്ന് ചോദിച്ചാൽ എന്തായാലും എടുക്കണം. കാരണം ഈ വൈറസ് ഉണ്ടാക്കുന്നത് ഈ ക്യാൻസർ മാത്രമല്ല, ഇത് 6 തരം ക്യാൻസർ ഉണ്ടാക്കാറുണ്ട്. സ്ത്രീകളിൽ ഗർഭാശയമുഖം, വജൈന, യോനി അല്ലെങ്കിൽ യോനിക്ക് ചുറ്റുമുള്ളത്, വായ, പിന്നെ ആണുങ്ങളിൽ ലിംഗത്തിൻ്റെ, പിന്നെ ഏനസ് എന്ന് പറയും. അങ്ങനെ 6 സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ ഗർഭാശയ, യോനിയും അതൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 3 ആൺകുട്ടികൾക്കും ഉള്ളതാണ്. അപ്പോൾ ആൺകുട്ടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യുക. ആൺകുട്ടികൾ പക്ഷേ 26 വയസ്സ് വരെ പറയുന്നുള്ളൂ, അതിന് ശേഷമുള്ളത് അവർ പറയുന്നില്ല. പക്ഷെ എന്നാലും സെയിം ഡോസ് സെയിം ഗ്രൂപ്പിൽ എടുക്കാൻ ശ്രമിക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരെയും ഇഞ്ചക്ഷൻ